ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കാൽക്കുലസ് ഇ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദി നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അപ്പോൾ കുറേ ബിന്ദുക്കൾ അടുക്കി വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ട്രയാങ്കിൾസിൻ്റെ അകത്തുള്ള ഡോട്ടുകളുടെ ആ ബിന്ദുക്കളുടെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അത് കൂടാതെ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദി നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അപ്പോൾ അടുത്ത 3 ഇതേപോലെയുള്ള 3 ട്രയാങ്കിൾസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ബിന്ദുക്കളുടെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുമ്പോൾ തന്നെ അറിയാം 3 ഡോട്ട്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടാൽ നമ്മൾ അപ്പം മനസ്സിലാക്കുമ്പോൾ 3 ഡോട്ട്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തും ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും നോക്ക്, ഇതിൻ്റെ അകത്തും ഇതേ ഒരു ഷേപ്പാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് 3 ഡോട്ട്സ് ഉണ്ട്. ഇതിന് താഴെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 + 3 അപ്പോൾ എത്രയാവും? 6 ആവും. ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു ഷേപ്പ് നമ്മൾ നോക്കുക. ഈ ഒരു ഷേപ്പ് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ നേരത്തെ ഇപ്പം കണ്ടുപിടിച്ചത് 6 എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബേസിൽ 3 വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ അടിയിൽ എത്ര എണ്ണം ഉണ്ട്? 6, 7, 8, 9, 10. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 10 ഡോട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊരു സീക്വൻസ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? 3, 6, 10 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത 3 എണ്ണവും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്? കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3, 6, 10. അപ്പോൾ ഈ ഒരു സീക്വൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 6 ആയി, 6 10 ആയി. അപ്പോൾ ഇവിടെ ഈ 3 6 ആവണമെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? 3 ആഡ് ചെയ്യണം അല്ലേ? 6 10 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തത് ഏത് സംഖ്യയായിരിക്കും ആഡ് ചെയ്യുക? 3, 4. അടുത്തത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടും? 10ഉം 5ഉം 15 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? 5ൻ്റെ കൂടെ 3, 4, 5, അടുത്തത് 6. അപ്പോൾ എത്രയായി? 21 ആവും. അടുത്തത് എത്രയായിരിക്കും? 6. അടുത്തത് 7 ആയിരിക്കും. അടുത്തത് 28 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സീക്വൻസ് മേലോട്ട് എഴുതുമ്പോൾ 3, 6, 10, 15, 21, 28 എക്സെട്ര ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലും ഈ എഴുതിയിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതൊരു വെറും ഒരു നമ്പർ സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്പർ സീക്വൻസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു സംഭവം നമുക്ക് പിടികിട്ടും. അപ്പോൾ 3 6 ആയി, 6 10 ആയി, കണ്ടല്ലോ. അപ്പോൾ 3, 4, 5, 6 അങ്ങനെ അടുത്തടുത്തിട്ടുള്ള 3ന് ശേഷം തുടർച്ചയായിട്ട് വരുന്ന ഓരോ നാച്ചുറൽ നമ്പർ വെച്ചും കൂടി പോകുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു സീക്വൻസാണ്. പക്ഷേ നമുക്കിവിടെ 3 ആണ് ആഡായത്, കണ്ടല്ലോ. 3 ആണ് ആഡായത്. അടുത്തത് 4 ആണ് ആഡായത്, 5 ആണ് ആഡായത്, 6 ആണ് ആഡായത്, 7 ആണ് ആഡായത്. അപ്പോൾ ഇത് ഒരു നോർമലായിട്ടുള്ള ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇതിനൊക്കെ ശേഷം നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു എക്സസൈസിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, അവരുദ്ദേശിക്കുന്നത് നമ്പർ സീക്വൻസുകൾ എന്താണ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നോക്കാം. ഫ്രം ദ സീക്വൻസ് ഇക്വൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺ ഫോമിംഗ് ദി ഫോളോയിങ് സീക്വൻസ്. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെയുള്ള സമബഹുഭുജങ്ങളുടെ ശ്രേണിയിൽ നിന്ന് താഴെ പറയുന്ന ശ്രേണികൾ രൂപീകരിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു സീക്വൻസ് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1-2 ടേംസ് ഉണ്ട്. അപ്പോൾ റെഗുലർ പോളിഗൺ എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. റെഗുലർ പോളിഗൺ
ഇപ്പോൾ റെഗുലർ പോളിഗൺ മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പോളിഗൺ എന്താണ് എന്നുള്ള കാര്യം, എന്താണ് പോളിഗൺ? പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. മിനിമം 3 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെ വിളിക്കുന്ന പേരാണ് പോളിഗൺ. മിനിമം ഒരു 3 സൈഡെങ്കിലും വേണമല്ലോ. ഒരു ട്രയാങ്കിളിൽ തുടങ്ങും, ട്രയാങ്കിൾ, പിന്നെ അടുത്തത് സ്ക്വയർ, അടുത്തത് എന്താണ് 5 സൈഡുള്ള പെൻറ്റഗൺ. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് പോകുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അടഞ്ഞ ഫിഗറിനെ വിളിക്കുന്ന പേരാണ് പോളിഗൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴാണ് റെഗുലർ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആംഗിൾസും സൈഡ്സും എല്ലാം ഈക്വലായി വരുമ്പോഴാണ് ഇത് റെഗുലർ പോളിഗണായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറാണ്, ഒരു അടഞ്ഞ ഒരു ഫിഗറാണ്. ഒരു മിനിമം ഒരു 3 സൈഡ്സ് എങ്കിലും വേണം ഇതൊന്ന് ക്ലോസ് ആയി കിട്ടാൻ. 3, അടുത്ത 4 നമുക്കറിയാം സ്ക്വയറാണ്, അടുത്ത 5 ഉള്ളത് നമുക്ക് പെൻറ്റഗൺ. അപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ, ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് ഒരു സീക്വൻസ് നിർമ്മിക്കാൻ പറഞ്ഞു. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കിതാ ഇവിടെ നമ്മുടെ ട്രയാങ്കിൾ ആകുമ്പോൾ 4 സൈഡ്, ട്രയാങ്കിൾ ആകുമ്പോൾ 3 സൈഡ്, സ്ക്വയർ ആകുമ്പോൾ 4 സൈഡ്, പെൻറ്റഗൺ ആകുമ്പോൾ 5 സൈഡ്, 6 ഉള്ളത് ഹെക്സഗൺ ആകുമ്പോൾ 6 സൈഡ്. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ കണക്കാക്കുമ്പോൾ 3, 4, 5, 6 അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ ഇന്നർ ആംഗിൾ, പിന്നെ അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകക്കോണുകളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിലോട്ട് വരുമ്പോൾ അകക്കോണുകളുടെ തുക, നമുക്ക് പോളിഗൺസിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ കേസ് വരുമ്പോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡാണ്, വശങ്ങളുടെ എണ്ണം. അപ്പോൾ 3 - 2 ഇൻറ്റു 180 ഈക്വൽ ടു എത്ര കിട്ടും? 1 ഇൻറ്റു 180 എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടി. സ്ക്വയർ ആകുമ്പോൾ 4 - 2 ഇൻറ്റു 180 ഈക്വൽ ടു 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ. ഇനി നമ്മുടെ പെൻറ്റഗണിൻ്റെതാവുമ്പോൾ എന്ത് വരും? 5 - 2 ഇൻറ്റു 180 5 - 2 എന്ന് 3 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 540 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് സൈഡ്സ് അല്ല, ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം വെച്ചിട്ടുള്ള പാറ്റേൺ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്നർ ആംഗിളിൻ്റെ സം നമുക്ക് പറയുമ്പോൾ 180, 360, 540. ഓക്കെ. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ സിമ്പിളാണ്. എല്ലാ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിളിലെ സം 360 ഡിഗ്രി ആയിരിക്കും. ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ട്രയാങ്കിളിൻ്റെ കണ്ടല്ലോ, ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഔട്ടർ ആംഗിളുണ്ട്. ട്രയാങ്കിളിനും സ്ക്വയറിനും എല്ലാം ഔട്ടർ ആംഗിളുണ്ട്. ഈ പുറത്തുള്ള ആംഗിൾ. ഓക്കെ. ഈ പുറത്തുള്ള ആംഗിൾസ് നമ്മൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ആംഗിൾസ് എല്ലാ പോളിഗണിൻ്റെയും പുറത്തുള്ള ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. 360 ഡിഗ്രി. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നും ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം
നമ്മുടെ ട്രയാങ്കിളിൻ്റെതായാലും 360, സ്ക്വയറിൻ്റെതായാലും 360, പെൻറ്റഗണിൻ്റെതായാലും 360. ഇനി ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിളിൻ്റെത് ചോദിച്ചിട്ടുണ്ട്. ഇന്നർ ആംഗിളിൻ്റെത് ചോദിക്കുമ്പോൾ അത് സം അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു അകത്തുള്ള ആംഗിളിൻ്റെ അളവ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഇന്നർ ആംഗിളിൻ്റെ അളവ് എത്രയാണെന്ന് ഉള്ളതാണ്. അപ്പോൾ ഇന്നർ ആംഗിളിൻ്റെ അളവ് നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സമ്മിനെ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം 180 ആണ് ബൈ നമ്പർ ഓഫ് സൈഡ് 3. അപ്പോൾ എത്ര കിട്ടും? 60 ഡിഗ്രി. ഓക്കെ, സ്ക്വയറിൻ്റെതാകുമ്പോൾ എങ്ങനെ വരും? 360/4 = 90 ഡിഗ്രി കിട്ടും. പെൻറ്റഗണിൻ്റെ 540/5 ചെയ്യുമ്പോഴത്തേക്കും 108 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി. ഓക്കെ, ഇനി ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഓരോ ഇന്നർ ആംഗിളിനും വെളിയിലുള്ള ആംഗിളാണ്. അതായത് ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ മറുഭാഗത്ത് ഒരു ആംഗിൾ വരുമല്ലോ വെളിയിൽ. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഒരെണ്ണം നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡിഗ്രി വരും? അത് നമുക്ക് സിമ്പിളാണ്. ഇത് ഒരു ലീനിയർ പെയറാണ്. ഈ ലീനിയർ പെയറിൻ്റെ ആംഗിൾ എപ്പോഴും കൂട്ടുമ്പോൾ 180 ആയിരിക്കും. 180 ആവണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 180 കുറച്ചാൽ മതി അല്ലേ. 180 - 60 ഡിഗ്രി = 120 ഡിഗ്രി. ഓക്കെ, 120 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ വരുന്നത് 120 ഡിഗ്രി. 120, 60, 180. അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. 180 - 90 = 90 ഡിഗ്രി. ഓക്കെ, ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 72 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ 72 ഡിഗ്രി കിട്ടും. അപ്പോൾ ട്രയാങ്കിളിൻ്റെത് ഔട്ടർ ആംഗിൾ 120, സ്ക്വയറിൻ്റെത് 90, റെഗുലർ പെൻറ്റഗണിൻ്റെത് വരുമ്പോഴത്തേക്കും 72 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഔട്ടർ ആംഗിൾ 120 ഡിഗ്രി, 90 ഡിഗ്രി, 72 ഡിഗ്രി. ഓക്കെ, നമുക്കപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.